ഹോർമൂസിനെ വെച്ച് ലോകത്തോട് വിലപേശുകയാണ് ഇറാൻ. ഇപ്പോഴിതാ കരിങ്കടലിലും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. തുർക്കിയുടെ കപ്പലിനെയാണ് കരിങ്കടലിൽ ഇറാൻ ആക്രമിച്ചത്. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണയുമായി പോവുകയായിരുന്ന തുർക്കി കമ്പനി നിയന്ത്രിക്കുന്ന എണ്ണക്കപ്പലിന് നേരെ കരിങ്കടലിൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. സിയറ ലിയോൺ പതാകയുള്ള കപ്പലാണ് ആക്രമണത്തിനിരയായത്. കപ്പലിൻ്റെ എഞ്ചിൻ റൂമിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സ്ഫോടനമുണ്ടായതെന്ന് തുർക്കി ഗതാഗത മന്ത്രി അബ്ദുൽ ഖാദിർ ഉറലോലു പറഞ്ഞു. കപ്പലിനെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എഞ്ചിൻ റൂമിന് നേരെ ആക്രമണം നടത്തിയതെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ഡ്രോണുകൾക്ക് പകരം ജലനിരപ്പിലൂടെ സഞ്ചരിക്കുന്ന ആളില്ലാ ഉപരിതല വാഹനം ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്ന് സംശയിക്കുന്നു. ബോസ്ഫറസ് കടലിടുക്കിൽ നിന്ന് 30 കിലോമീറ്റർ താഴെ മാത്രം ദൂരത്താണ് ഈ സംഭവം നടന്നതെന്നും അടിയന്തര സഹായത്തിനായി പ്രത്യേക യൂണിറ്റുകളെ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ശേഷം കരിങ്കടൽ ഒരു യുദ്ധമേഖലയായി മാറുന്നതിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ നേരത്തെ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. യുക്രൈനുമായും റഷ്യയുമായും തുർക്കി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ഭീഷണികൾ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കരിങ്കടൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേന്ദ്രമാക്കരുതെന്ന തുർക്കിയുടെ മുന്നറിയിപ്പിനിടെയാണ് ഈ പുതിയ ആക്രമണം. ഇപ്പോൾ പശ്ചിമേഷ്യൻ യുദ്ധം വെറുമൊരു പ്രാദേശിക സംഘർഷത്തിനപ്പുറം ലോകത്തിൻ്റെ സാമ്പത്തിക അടിത്തറയിളക്കുന്നതായി മാറിയിരിക്കുന്നു. തന്ത്രപരമായ നീക്കങ്ങളുമായാണ് ഇറാൻ കളം നിറയുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനങ്ങളും അമേരിക്കൻ അധിനിവേശ ഭീഷണികളും പടിവാതിൽക്കൽ നിൽക്കെ ഹോർമൂസ് കടലിടുക്കിന് പിന്നാലെ ബാബൽ മന്ദേബ് എന്ന ലോകത്തിൻ്റെ ജീവനാഡിക്ക് മേൽ കൈവച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ യുദ്ധതന്ത്രം വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെ മൊത്തം എണ്ണ വിതരണത്തിൻ്റെ 20% ഒഴുകുന്ന ഹോർമൂസ് കടലിടുക്ക് ഫലപ്രദമായി അടച്ചുകൊണ്ട് ഇറാൻ ഇതിനകം തന്നെ പാശ്ചാത്യ ശക്തികളെ ഞെട്ടിച്ചു കഴിഞ്ഞു. തങ്ങളുമായി സൗഹൃദം പുലർത്തുന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മാത്രം ഇളവ് നൽകുകയും ശത്രു രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തതിലൂടെ കടലിലെ നിയമങ്ങൾ തങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ഇറാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹോർമൂസിന് പിന്നാലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ പുതിയ യുദ്ധമുന്നണി തുറക്കുമെന്ന ഇറാൻ്റെ ഭീഷണി ആഗോള വിപണിയെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു. ദുഃഖത്തിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന ഈ പാത തടസ്സപ്പെട്ടാൽ ചെങ്കടൽ വഴിയുള്ള എണ്ണക്കടത്ത് പൂർണ്ണമായി നിലയ്ക്കും. ആഗോള അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ 12% ബാധിക്കുന്ന ഈ നീക്കം ലോക ഊർജ വിപണിക്ക് വലിയ ആഘാതമാവും ഏൽപ്പിക്കുക. ഇറാൻ്റെ സാമ്പത്തിക ജീവനാഡിയായ ഹാർക്ക് ദ്വീപിനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നീക്കങ്ങളാണ് നിലവിലെ പ്രകോപനത്തിന് കാരണം. രാജ്യത്തിൻ്റെ ക്രൂഡ് ഓയിൽ കൈകാര്യം ചെയ്യുന്ന ഹാർക്ക് കൈവശപ്പെടുത്താൻ ട്രംപ് ഭരണകൂടം ശ്രമിച്ചാൽ അതിൻ്റെ വില ഇരട്ടിയായി ശത്രുക്കൾ നൽകേണ്ടി വരുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകുന്നു. ഭൂമിശാസ്ത്രപരമായി ബാബൽ മന്ദേബ് കടലിടുക്ക് ഇറാൻ്റെ അതിർത്തിയല്ലെങ്കിലും 1200 മൈൽ അകലെയുള്ള ഈ തന്ത്രപ്രധാന മേഖലയിൽ നിയന്ത്രണം സ്ഥാപിക്കാൻ ഇറാന് സാധിക്കുന്നു എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. യമനിലെ ഹൂതി വിമതർ എന്ന ഇറാൻ്റെ പ്രോക്സി സൈന്യം വഴി ഈ കടലിടുക്കിനെ നിശ്ചലമാക്കാൻ ഇറാന് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് അമേരിക്കയെ വലയ്ക്കുന്ന പ്രധാന ഘടകം. യമനിലെ ഹൂതികൾക്ക് ഇറാൻ നൽകുന്ന ആധുനിക ഡ്രോണുകളും മിസൈലുകളും ബാബൽ മന്ദേബിലൂടെ കടന്നുപോകുന്ന ഏതൊരു കപ്പലിനും വലിയ ഭീഷണിയാണ്. ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഇതിനകം നടന്ന ആക്രമണങ്ങൾ ഇറാൻ്റെ സൈനിക ശേഷി തെളിയിക്കുന്നതാണ്. ഏറ്റുമുട്ടലില്ലാതെ തന്നെ ലോകത്തെ സമ്മർദ്ദത്തിലാക്കാൻ ഈ വഴി ഇറാൻ ഉപയോഗിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്ന ട്രംപിന് ഹോർമൂസിലെ ഇറാൻ്റെ പിടി അയ്യാതെ വിജയം സാധ്യമല്ലെന്ന് നന്നായി അറിയാം. ജിബൂട്ടിയിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം ഉണ്ടെങ്കിലും ഇറാൻ്റെ ഗറില്ല യുദ്ധതന്ത്രങ്ങളെയും മിസൈൽ സാങ്കേതിക വിദ്യയെ നേരിടുക എന്നത് അമേരിക്കൻ നാവികസേനയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നിലവിലെ സംഘർഷത്തെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ എണ്ണവില 40% വർദ്ധിച്ചു കഴിഞ്ഞു. 2 പ്രമുഖ കടലിടുക്കുകളും ഒരേ സമയം തടസ്സപ്പെട്ടാൽ എണ്ണവില ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധം കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളിൽ വൻ വിലക്കയറ്റത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും വഴിതെളിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബാബൽ മന്ദേബ് അടച്ചാൽ കപ്പലുകൾക്ക് ദക്ഷിണാഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ടി വരും. ഇത് യാത്രാ ദൂരം വർദ്ധിപ്പിക്കുക മാത്രമല്ല ചരക്ക് നീക്കത്തിനുള്ള ചെലവ് കോടിക്കണക്കിന് രൂപയായി ഉയർത്തുകയും ചെയ്യും. ഈ സാഹചര്യം ഉണ്ടായാൽ വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ താറുമാറാകാൻ സാധ്യതയുണ്ട്. ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയെപ്പോലുള്ള സൗഹൃദ രാജ്യങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അമേരിക്കൻ അപ്രമാദിത്വത്തെ കടലിൽ വെല്ലുവിളിക്കുകയാണ് ഇറാൻ. വരും ദിവസങ്ങളിലെ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറ്റിക്കുറിക്കുമെന്നുറപ്പാണ്.